ശ്രീ പി ആർ ശിവശങ്കർ നോക്കൂ, ഇവിടെ ഇരയെ ആക്രമിച്ച കേസിൽ 8-ാം പ്രതി കുറ്റമുക്തനാക്കിയതിൽ അടൂർ പ്രകാശിന് സന്തോഷമായതുപോലെ നിങ്ങൾക്കും സന്തോഷമാണല്ലേ? അല്ലാതെ ഇരയ്ക്കൊപ്പം എന്ന നിലപാട് നിങ്ങൾക്ക് ഒഫീഷ്യലി ഉണ്ടോ? യഥാർത്ഥത്തിൽ ഏത് രാഷ്ട്രീയക്കാരാണെങ്കിൽ ഇതിലൊക്കെ ധാർമ്മികതയുടെ എപ്പിട്ടോം നിലപാടെന്നാണോ കരുതുന്നത്, അതോ തരാതരം രാഷ്ട്രീയമെന്നാണോ ശ്രീ പി ആർ ശിവശങ്കർ? നോക്കൂ, ഇവിടെ ആഷ്മി എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകാം. അത് എനിക്ക് മൂന്നാമതായിട്ട് ഞാൻ അതിനെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇവിടെ ശ്രീ സണ്ണി ജോസഫ് എന്ന KPCCയുടെ അധ്യക്ഷൻ, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എനിക്ക് തോന്നുന്നത് ഹാഷ്മി അടക്കം യഥാർത്ഥ പോയിന്റിലേക്ക് ചെന്നില്ല എന്ന് ഞാൻ സംശയിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഇത് വെൽ ഡ്രാഫ്റ്റഡ് ആണ് എന്നതല്ല എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്, അത് ആസൂത്രിതമാണ് എന്നതും അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന രണ്ട് വാക്കുകൾ. അതാണ് ഒരു സാധാരണ മനുഷ്യനെ അല്ലെങ്കിൽ കേരളീയനെ കൂടുതൽ ഭയക്കുന്നത്, അല്ലെങ്കിൽ KPCCയുടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള അവരുടെ അഭിപ്രായങ്ങളെ, അവരുടെ നടപടികളെ കൂടുതൽ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ കാണാം. ഇപ്പോൾ വസന്തിനൊക്കെ അതിന് എതിർപ്പുണ്ടെങ്കിൽ അത് വെൽ ഡ്രാഫ്റ്റഡ് ആണ്, അത് രാഷ്ട്രീയ പ്രേരിതമാണ്, ആസൂത്രിതമാണ്. ഈ അവസാനത്തെ രണ്ട് ആസൂത്രിതവും രാഷ്ട്രീയ പ്രേരിതവും എന്ന വാക്കുകൾ ഉപയോഗിക്കണമെങ്കിൽ അത് നേരത്തെ ഗോവൻ പറഞ്ഞ ഒരു സ്ലിപ്പ് ഓഫ് എ ടങ്, അല്ലെങ്കിൽ ഒരു നാക്കുപിഴ അല്ല. അത് അദ്ദേഹം കാലേ കൂട്ടി പറഞ്ഞാണ്, അല്ലെങ്കിൽ അത് തെറ്റ് തിരുത്താമായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറകിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, പണ്ടെല്ലാം രാഷ്ട്രീയ നേതാക്കളെ, മുതിർന്ന നേതാക്കളെ, യുവ നേതാക്കൾക്കും മറ്റുള്ളവർക്കും ഭയമായിരുന്നു, അല്ലെങ്കിൽ അവർ നിയന്ത്രിക്കുന്നു എന്നായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ കോൺഗ്രസിൽ നിന്ന് യുവ നേതാക്കളാണ് മുതിർന്ന നേതാക്കളെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, അവർക്കൊക്കെയുള്ള ഒരു പാർട്ടിയുടെ അന്നത്തെ സമൂഹം VD സതീശനൊക്കെ എത്രത്തോളമാണ് സോഷ്യൽ മീഡിയയിൽ ആക്രമണം നേരിട്ടത് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ മുതിർന്ന നേതാക്കളെ, അഭിപ്രായം പറയുന്നവരെ, പ്രത്യേകിച്ച് വനിതാ MLA-മാരെയും വനിതാ നേതാക്കളെയും അടക്കം എങ്ങനെയാണ് വേട്ടയാടിയത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഒന്നല്ലെങ്കിൽ മുതിർന്ന നേതാക്കൾക്ക് രാഷ്ട്രീയ പിന്തുണയില്ല, അവർക്ക് ജനപിന്തുണയില്ല, അതല്ലെങ്കിൽ അവർ സാമ്പത്തികമായി ഈ യുവ കോമാളിക്കൂട്ടത്തിൻ്റെ അടിമകളായിരിക്കുന്നു, സാമ്പത്തികമായി അവർക്ക് നേട്ടമുണ്ടാക്കുന്നിടത്ത് നിൽക്കുന്നു. അതുതന്നെയാണ് മുൻ KPCC പ്രസിഡന്റും ഇപ്പോഴത്തെ KPCC പ്രസിഡന്റും പറയുന്നതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ അർത്ഥം. ഇദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും പെൺകുട്ടികൾ പറഞ്ഞാൽ അത് രാഷ്ട്രീയ പ്രേരിതവും ആസൂത്രിതമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ജാമ്യം കിട്ടുവാനും അതുപോലെ തന്നെ അദ്ദേഹത്തിന് വോട്ട് നൽകുവാനും യുവാക്കൾ, അല്ലെങ്കിൽ മുഴുവൻ യുവാക്കളല്ല, ഒരു ചെറിയ വിഭാഗം നടത്തുന്ന തീരുമാനത്തിന് അടിമകളായി മാറിയിരിക്കുന്നു. ഇതാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ അപജയം. ഇതാണ് ഇന്ന് കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം. രണ്ട്, ഇതിനെ CPM ന്യായീകരിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആഷ്മി സൂചിപ്പിച്ചതുപോലെ ഈ MLA, ഈ അതിജീവിത CM-ന് പരാതി കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന MLA മുങ്ങിയതിൽ നോക്കൂ, CM-ന്റെ അടുത്തേക്ക് ഒരു പെൺകുട്ടിക്ക് ഓടിച്ചെന്ന് ഒരു പരാതി കൊടുക്കാൻ പറ്റുമോ? കുറഞ്ഞത് 24 മണിക്കൂറിന് മുമ്പെങ്കിലും ആ പെൺകുട്ടി അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ടുണ്ടാകാം, ഒരു സംശയവുമില്ല. അത്തരമൊരു അതിജീവിത അപ്പോയിന്റ്മെന്റ് ചോദിക്കുമ്പോൾ CM-ന്റെ ഓഫീസിലും അതുപോലെ തന്നെ ഇന്റലിജൻസ് ഓഫീസിലും ഇതെന്തിനാണ് വന്നതെന്ന് അറിയാത്തവരാണോ ഇന്റലിജൻസ് ഓഫീസേഴ്സ്? അങ്ങനെയെങ്കിൽ ആ അതിജീവിതം നൽകാൻ പോകുന്ന കംപ്ലൈന്റ് നമുക്ക് എല്ലാവർക്കും, ഇവിടെ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന കാര്യമാണല്ലോ, ആ കംപ്ലൈന്റ് എന്തായിരിക്കുമെന്നും അത് ആർക്കെതിരെയായിരിക്കും അയാളെ ഇന്റലിജൻസിന്റെ മുൾമുനയിൽ കൺമുൻപിൽ നിർത്തണം എന്നും അറിയാതെയാണോ ഇരിക്കുന്നത്? എന്നിട്ട് പറയണം ആസാമിലെ ഗുഹയിൽ പോയിട്ട് അറസ്റ്റ് ചെയ്തു. ആസാമിലെ ഗുഹയിൽ നിന്നും എല്ലുന്തിയ കർഷകനെയും പാവപ്പെട്ടവനെ, അല്ലെങ്കിൽ അവിടുത്തെ സ്ത്രീലമ്പന്മാരെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകാം. പക്ഷേ ഈ കേരളത്തിലെ പണമുള്ള അതിസമ്പന്നരെ അറസ്റ്റ് ചെയ്യുവാനും രാഷ്ട്രീയ പിന്തുണയുള്ളവനെ അറസ്റ്റ് ചെയ്യുവാനും രാഷ്ട്രീയമായി കേരളത്തിലെ പോലീസിന് ഭയമായിരിക്കുന്നു. അവനെ തടയുന്ന എന്തോ ഒന്ന് രാഷ്ട്രീയ നേതൃത്വം, അതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. കാരണം അവരാണ് ഇതിന് പുറകിലുള്ളത്. അല്ലാണ്ട് ആർക്കും അറിയാത്ത ഒരു SI-ക്കോ CI-ക്കോ അറിയാം ഇവിടെ ഈ അതിജീവിത CM-നെ കാണാൻ പോയപ്പോൾ അത് മാങ്കൂട്ടത്തിനെ വെറുതെ വിടാൻ പറയുകയല്ലോ. അപ്പോൾ കൃത്യമായിട്ട് അതിൽ തെറ്റുപറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്, ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയത്തിന്റെ പിന്തുണയില്ലാത്ത സാമ്പത്തികമായി അടിമകളായിരിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് ഇതിന് അഭിപ്രായം പറയാൻ സാധ്യമല്ല. ചില നേതാക്കളൊക്കെ അതിനെതിരെ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കും രാവിലെ എന്ന് പറഞ്ഞൊരു നേതാവ് ഉണ്ടായിരുന്നു. ബ്രഹ്മാസ്ത്രം ഒന്നും ഉപയോഗിച്ചില്ല എന്നുള്ള പിന്നത്തെ കാര്യം, അത് അദ്ദേഹത്തിന് വ്യക്തിപരമായ താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഈ കാര്യത്തിൽ സമ്പൂർണ്ണമായി
യുവാക്കളുടെ ഒരു സാമ്പത്തിക നേട്ടത്തിൻ്റെ, യുവ നേതാക്കളുടെ ഒരു നിരയുടെ, ഒരു വിഭാഗം നിരയുടെ സാമ്പത്തിക നേട്ടത്തിന് അടിമകളായിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ കണക്കൂട്ടൽ. രണ്ട്, CPM വലിയ രീതിയിലുള്ള തെറ്റുപറ്റിയിരിക്കുന്നു. അത് ഈ CM-ന്റെ അടുത്ത് കംപ്ലൈൻറ്റ് കൊടുത്ത മാത്രമല്ല, പിന്നെ ഇവർ അത്ര വലിയ അതിജീവിതയുടെ ഒപ്പം എന്നൊക്കെ പറയുമ്പോൾ മറ്റു ചില അതിജീവിതകളുടെ ഒരു കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അത്തരം അതിജീവിതകളുടെ ആ സ്ത്രീലമ്പടനെ അവാർഡ് കൊടുത്തും കൂടി സ്വീകരിച്ച ഒരു ചരിത്രവും കൂടി ഉണ്ട്. പിന്നെ അതേപോലെ ഒരു MLA, ജാമ്യത്തിൽ നിന്ന് MLA-ക്കെതിരെ ഇവരെ MP ആയി സ്ഥാനം കൊടുത്തു. അപ്പോൾ ഇത് രണ്ടും കാണിക്കുന്നത് CPM ആയാലും കോൺഗ്രസ് ആയാലും ഇത്തരം അതിജീവിതകൾക്കെതിരെ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായി എതിർചേരിയിലുള്ള അവർ ചെയ്യുന്ന അതിജീവിതകൾക്കെതിരെ. പക്ഷേ ഇവിടെ കേരളത്തിൽ നിങ്ങൾക്ക് MLA ഇല്ലാത്തതുകൊണ്ടാണ്. നോർത്തിലേക്ക് പോയാൽ ഈ സമാന രീതിയിലുള്ള പല MLA-മാരുടെ കണക്ക് വേണേ എടുക്കാം. പല രീതിയിൽ സമാനമായ രീതിയിൽ അവിടുത്തെ BJP നേതൃത്വങ്ങൾ എടുക്കാം. മുസ്ലിം ഫെഡറേഷന്റെ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. ധാർമ്മികത പറയാനാണെങ്കിൽ ആർക്കും പറയാനതിൽ അവകാശമില്ല. അതുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ആഷ്മി, ഞാൻ ധാർമ്മികത പറയതല്ല. അത്തരം സംഭവങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയത്തിൻ്റെ ഒരു വായന, രാഷ്ട്രീയ വായന കൂടി നമ്മൾ നടത്തണം. അവിടെ ഉണ്ടായിട്ടുണ്ട്, ഞാൻ സമ്മതിക്കുന്നു, ചില രീതിയിൽ ചില തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയമായി ഇത്രയേറെ പിന്തുണ ഒരു സംസ്ഥാന പ്രസിഡന്റോ അഖിലേന്ത്യാ പ്രസിഡന്റോ നൽകിയിട്ടില്ല. അതുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ഞങ്ങൾ ചെയ്താലും തെറ്റ് തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.